ഇതെന്റെ ഏട്ടനാണ്, കാരാട്ട് അരുൺകുമാർ. ഞങ്ങൾ ഏട്ടൻ്റെ പേരിൽ നിന്ന് അഭിമാനം കൊള്ളാണ്. ഈ പരിമിതികളൊക്കെ ഏട്ടൻ മറികടന്നിട്ടാണ് ഈ ഒരു കൃഷി ഏട്ടൻ ചെയ്യുന്നത്. ഇപ്പം ഏട്ടൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കൃഷിയാണ്. ഈ 50 വാഴ കൃഷി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഏട്ടനുള്ളൂ, മണ്ണ്. ഒരു ദിവസത്തിൽ പകുതി സമയവും മണ്ണിലാണ്. ആ മണ്ണിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ഏട്ടന് ഏറ്റവും വലിയ ആഗ്രഹവും. അങ്ങനെ ജീവിക്കാനാണ് ഏട്ടന് ഇഷ്ടം. ഏട്ടാ, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മണ്ണ് ഇഷ്ടപ്പെടാനും ഈ മണ്ണിൽ ഇങ്ങനെ കൃഷി ചെയ്യാനും എന്താ ഇപ്പോൾ താല്പര്യം? നമ്മളുള്ളൂ. ഒരു 6 കൊല്ലം മുന്നേ ഏട്ട 50 വാഴ ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കർഷകശ്രീ അവാർഡും പ്രശസ്തി പത്രവും എല്ലാതും ലഭിച്ചു. അതിൽ ഏട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. ഏട്ടന് ആരും അങ്ങനെ സുഖമില്ല എന്ന് പറയുന്നത് ഏട്ടന് ഇഷ്ടമല്ല. എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഏട്ടന് ഭയങ്കര ഒരു എനർജിയാണ്. നമ്മളെ ഭൂമി എന്ന് പറയുന്നത് കുറച്ചൊരു ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഏട്ടന് അവിടെ കയറി പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ പാടം ഇപ്പോൾ കിട്ടിയത്. അത് വേറൊരാൾ കൃഷി പാട്ടത്തിന് എടുത്തതാണ്. അവരൊരു നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോൾ ഏട്ടന് ഇവിടെ വാഴ വയ്ക്കാൻ പറ്റിയത്. പോലീസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ എനിക്കത് വലിയ സങ്കടമായി. കാരണം വെച്ചാൽ കൊടുക്കാതെ കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ അരുണേട്ടന് ഒരു 50 വാഴ വെക്കാനുള്ള സ്ഥലം ഞാനിവിടെ കൊടുത്തത്. ഞാൻ കൃഷിനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മളെല്ലാ സപ്പോർട്ടും ഇവർക്ക് ചെയ്തു കൊടുക്കും. വളമടണ്ടെങ്കിൽ നമുക്ക് ഇനി ഇറക്കട്ടോ. 3 മണിക്ക് തന്നെ ഉണരും. പിന്നെ ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്ക് എണീറ്റ് പിന്നെ ഏട്ടൻ്റെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. പല്ല് തേപ്പ്, കുളി എല്ലാതും കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോഴാണ് പാടത്തേക്ക് വരിക. പാടത്ത് പണിയെടുക്കും. ഒരു 12:30 വരെ പാടത്തന്നെ. 1 മണിയാകുമ്പോഴേക്കും പിന്നെ വീട്ടിലേക്ക് പോരും. ആ പൊരി വെയിലത്താണ് 12:30 വരാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നട്ടുച്ചയല്ലേ. ആ പൊരി വെയിലത്തുനിന്ന് അവിടെയാണ് കൊത്തുക. അവിടെ കൊത്തി കഴിയുമ്പോഴും ഞങ്ങൾ പറയും വെയിലായി. അമ്മ അവിടെ നിന്ന് വിളിക്കും, അല്ലെ മക്കളെ ഞാൻ പറഞ്ഞയക്കും, വെയിലായി ഏട്ടാ പോരി പറഞ്ഞാലും ഇല്ല, അത് കുറച്ചും കൂടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. അത് ചെയ്യണമെന്ന് വിചാരിച്ചേ ചെയ്ത് കഴിഞ്ഞിട്ടേ പോരുള്ളൂ. അത് ഏട്ടൻ്റെ ഒരു നിശ്ചയമാണ്. അത് കഴിഞ്ഞാൽ മെല്ലെ പോരും. അപ്പോഴേക്കും ഞങ്ങൾ എന്തെങ്കിലും വെള്ളമൊക്കെ കൊടുക്കും. ആ വെള്ളം കുടിച്ചിട്ടേ പിന്നെ വീട്ടിലേക്ക് പോരുള്ളൂ. കന്ന് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏട്ടന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സേതൽവി പറഞ്ഞ ഒരു കാക്കുണ്ട്. അവരാണ് ഏട്ടന് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാറ്. ബാക്കി എല്ലാതും ഇനി കള്ളി തിരിച്ച് മണ്ണ് കൂട്ടി എല്ലാതും വളമിടുക, ആ കാര്യങ്ങളൊക്കെ ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്തോളും. ഇത്ര ദിവസം തുടങ്ങിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്ര പണിയെടുക്കും എന്നുള്ളത് ആ ഒരു കറക്റ്റാണ്. അത് 12 ദിവസത്തെ പണിയാണ് ഇപ്പോൾ ഈ പാടം ഈ ലെവലാക്കിയത്. നമുക്ക് കൂടണം, നമുക്കൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം. ഈ വരണം, അതാ പറയണേ. എല്ലാവരും വീട്ടിൽ വേണം, കളി വേണം, ചിരി വേണം. അതാണ് ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ആരും കളിച്ച് ചിരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. ഏട്ടൻ അങ്ങനെ കുറച്ച് കാലം അങ്ങനെ പണിയെടുക്കാതെ ഇരുന്നപ്പോൾ ഏട്ടന് ശാരീരികമായിട്ടൊരു പ്രശ്നങ്ങളുണ്ടായി. തൊടിക്ക് എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ വീട്ടിലിരുന്നതിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഴാൻ തുടങ്ങി. പിന്നെ ഒന്ന് കൈക്കോട്ട് ഇങ്ങോട്ട് കൊത്തി കഴിഞ്ഞാൽ അപ്പോഴേക്ക് വീഴും. കൈക്കോട്ടിൻ്റെ മുകളിലേക്ക് വീണാൽ പിന്നെ ഏട്ടന് തീരെ നീക്കാൻ കഴിയില്ല. ഞങ്ങൾ ആരെങ്കിലും വന്ന് എടുത്താൽ തന്നെ പറ്റുള്ളൂ. പാടത്ത് പോയി ഇപ്പോൾ പണിയെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് വീണാലൊക്കെ ശരിയാവും വയ്ക്കുമ്പോൾ പറയും അതൊക്കെ ഞാൻ പിന്നെ ഞാൻ പണിയെടുത്തിട്ട് അത് ശരിയാവും. അങ്ങനെ 2-3 ദിവസം അങ്ങനെ തൊടിയിലേക്ക് ഇറങ്ങി അങ്ങനെ പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പറഞ്ഞു ഞാനിപ്പോൾ കണ്ടോ കൊത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ലെവലായി. അപ്പോൾ ആ വീഴ്ച താനേ അങ്ങോട്ട് മാറി. മണ്ണാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുതന്നെയാണ്. അത് വീണ് പരണ്ടാലും പിന്നെ തലയിലൊക്കെ മണ്ണായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ ഓടിച്ചെന്നാലും അത് സാരമില്ല, അത് തട്ടൊന്നും വേണ്ട, വീണാലും അത് സാരമില്ല എന്നേ പറയുള്ളൂ. മണ്ണിൽ നമ്മൾ ഇതാവണം, എന്നാലേ നമുക്ക് അസുഖങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. മണ്ണിൽ പോണം, അത് പറയും ഉറപ്പ്.
ഇതൊന്നും സ്ഥിരല്ലാന്ന്, മണ്ണിലേക്ക് നമുക്ക് ലയിക്കാനുള്ളതാണ്, അതാണ് സ്ഥിരം. സ്ഥിരല്ല, നമുക്ക് സ്വന്തമല്ലല്ലോ, ഒക്കെ താൽക്കാലികം മാത്രാണ്. ഒക്കെ താൽക്കാലികം ഉള്ളതാണ്. മണ്ണാണ് നമ്മളെ സത്യം എന്നുള്ളതാണ് ഏട്ടൻ പറയുന്നത്. ജന്മനാൽ അവൻ തളർന്ന കുട്ടിയാണ്. 10 വയസ്സായപ്പോൾ തുടങ്ങിയ കുട്ടി അവൻ കൃഷിപ്പണി ചെയ്യൽ. ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ അവിടുന്നൊക്കെ ഇറങ്ങലൊക്കെ ഉരുണ്ട് വീഴുകയൊക്കെ ചെയ്യും, എന്നിട്ട് മുറിവൊക്കെ ആവും. അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ വാരിയിട്ട് അവിടെയൊക്കെ തേച്ച് കൊടുക്കും. നാളേക്ക് തുടങ്ങിക്കോളും എന്ന് പറയും. അങ്ങനെയാണ് അവൻ. പിന്നെ ഏട്ടനൊരു വലിയൊരു ആഗ്രഹം പറഞ്ഞത്, എനിക്ക് പിന്നെ പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ, എന്താ വെച്ചാൽ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ മുട്ടുകുത്തി ഇറങ്ങുമ്പോൾ കാലിന് വല്ലാതെ വേദനയാണ്. അപ്പോൾ എനിക്കൊരു വീൽ ചെയർ കിട്ടിയാൽ കുട്ടിയെ എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളൊരു ആഗ്രഹം ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്. പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പീഡേൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കാൻ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പറയും. ഏട്ടാ, ഇനിയിപ്പോൾ 50 വാഴ വെച്ചു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വാഴ വെക്കാനാണോ ഇനി ആഗ്രഹം? അതിൽ വാഴ വെക്കണം. ഒരു പറമ്പ്, അതായത് ഈ പാടം മൊത്തം കിട്ടിയിട്ടുണ്ടെങ്കിലും ഏട്ടനിപ്പോൾ വാഴ വെക്കാൻ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഏകദേശം 300 വാഴയാണ് വെക്കുക. ആ 300 വാഴ ഏട്ടനെ കൊണ്ട് വെക്കാൻ പറ്റുമെന്നാണ് ഏട്ടൻ പറയുന്നത്.